എൻ്റെ വീടിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന 3 kW സോളാർ പാനലാണിത്. ടോപ്കോൺ എന്ന എൻ ടൈപ്പ് ടോപ്കോൺ ബൈഫേഷ്യൽ പാനലാണ് വെച്ചിരിക്കുന്നത്. ടോപ്കോൺ എന്നത് നൂതന സെൽ സാങ്കേതികവിദ്യയാണ്. ടണൽ ഓക്സൈഡ് പാസിവേറ്റഡ് കോണ്ടാക്റ്റ് ഉള്ളതാണ്. അതേസമയം ബൈഫേഷ്യൽ എന്നത് പാനൽ രൂപകൽപ്പനയാണ് സൂചിപ്പിക്കുന്നത്. ഇരുവശത്തു നിന്നും പ്രകാശം പിടിച്ചെടുക്കുകയും കൂടുതൽ ഊർജ്ജം നേടുകയും ചെയ്യും. പ്രത്യേകിച്ച് പ്രതിഫലിക്കുന്ന പ്രതലങ്ങളിൽ പലപ്പോഴും എൻ ടൈപ്പ് ടോപ്കോൺ ബൈഫേഷ്യൽ പാനലാണ് ഉപയോഗിക്കുന്നത്. പരമാവധി ഔട്ട്പുട്ടിനായി ടോപ്കോണിൻ്റെ മികച്ച കാര്യക്ഷമതയും ബൈഫേഷ്യലിൻ്റെ ഇരട്ട വശമുള്ള വൈദ്യുതി ഉൽപ്പാദനവും സംയോജിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും ബൈഫേഷ്യൽ പാനലുകൾക്ക് മികവ് പുലർത്താൻ പ്രത്യേക ഇൻസ്റ്റലേഷനുകൾ, ഉയർത്തിയ മൗണ്ടുകൾ അല്ലെങ്കിൽ പ്രതിഫലിക്കുന്ന ഗ്രൗണ്ട് പോലുള്ള അവ ആവശ്യമായതുകൊണ്ടാണ് ഇതിൻ്റെ മൗണ്ടിങ് ഇങ്ങനെ ഉയരത്തിലേക്ക് വെച്ചിരിക്കുന്നത്. ഞാൻ സിൻഡിക്കേറ്റ് ബാങ്കിൽ നിന്ന് 2 ലക്ഷം രൂപ ലോൺ എടുത്തു. അപ്പോൾ അതിൽ നിന്ന് 78,000 രൂപ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി ലഭിക്കും. ബാക്കി വരുന്ന തുക ഇൻസ്റ്റാൾമെൻറ്റായി അടച്ചാൽ മതിയാകും. അത് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലിന് സമാനമായിട്ടുള്ള തുകയെ അടയ്ക്കേണ്ടതുള്ളൂ. അടയ്ക്കാനുള്ള കാലാവധി അവർ പരമാവധി 5 കൊല്ലമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നല്ലൊരു സിസ്റ്റമായിട്ടാണ് വരുന്നത്. ഞാൻ 3 kW മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അവരുടെ അഞ്ചരക്കണ്ടിക്ക് അടുത്തുള്ള ചക്കരക്കല്ലിലെ സോളാർ മാൻ എന്ന കമ്പനിയാണിത് ഇൻസ്റ്റലേഷൻ നടത്തിയിരിക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് സ്ട്രക്ചറും അടിച്ചു, പാനലും ഫിക്സ് ചെയ്തു. രണ്ടാമത്തെ ദിവസം അതിൻ്റെ കണക്ഷൻസും എർത്തിങ്ങും ചെയ്തു. അപ്പോൾ 2 ദിവസം കൊണ്ട് പരിപാടി കഴിഞ്ഞു. പക്ഷേ ഇത് ചാർജ് ആക്കിയിട്ടില്ല. ഇലക്ട്രിസിറ്റി ബോർഡിൽ ഒരു 3,540 രൂപ നമ്മൾ അടക്കണം. അത് രജിസ്ട്രേഷൻ ഫീ ആണ്. അത് അടച്ചതിന് ശേഷം അവർ വന്ന് ഇത് ചാർജ് ചെയ്യും. ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അവർക്ക് KCBക്ക് വിൽക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ നമ്മളതിന് പൈസ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അതല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് ചെറിയ പൈസയേ വരുള്ളൂ എന്നാണ് പറഞ്ഞത്. മീറ്റർ വാടകയും അതിൻ്റെ കേബിൾ മറ്റ് ചാർജുകളേ വരുള്ളൂ. കൺസ്യൂമർ ചാർജ് വരില്ല. കാരണം ഇതാണല്ലോ സ്ലാബ് സിസ്റ്റം വരുന്ന പേടിക്കേണ്ട കാര്യമില്ല. ഇതാണ് അതിൻ്റെ സിസ്റ്റം. ഇതാണ് മൗണ്ടിങ്. നല്ല ഉയരത്തിലാണ് വെച്ചിരിക്കുന്നത്. ഈ ഉയരത്തിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല സൂര്യപ്രകാശം ലഭിക്കുകയും ചെയ്യും. ഈ പാനലിൻ്റെ അടിഭാഗമാണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ വളരെ ദൂരെ നിന്ന് എടുത്തിരിക്കുന്ന ഒരു സൂം ക്യാമറ വെച്ചാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ സോളാർ പാനലിൻ്റെ അടിഭാഗം ബൈഫേഷ്യലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സോളാർ പാനലാണ്. അപ്പോൾ നമുക്ക് പരിശോധിക്കാവുന്നത് വളരെ എഫിഷ്യൻ്റ് ആണെന്നുള്ളത് കാണിക്കാനായിട്ട് ഇപ്പോൾ നിവൃത്തിയൊന്നുമില്ല. കാരണം ചാർജ് ചെയ്യാത്തതുകൊണ്ട്. ഇതാണ് അതിൻ്റെ കണക്ഷൻസ്. അപ്പോൾ അതിൻ്റെ എനർജി മീറ്ററാണ്. ഈ എനർജി മീറ്ററിൽ നിന്ന് നമുക്ക് വൈദ്യുതി കൊടുക്കുകയും എടുക്കുകയും ചെയ്യാം. ഇനി ഇതിൻ്റെ അറ്റാച്ച്ഡ് അക്സസറീസാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ സോളാർ പാനൽ 5 സോളാർ പാനൽ വരുന്ന വോൾട്ടേജിനെ നമ്മൾ DC ആണ് വോൾട്ടേജ്, അതിനെ AC ആക്കണം. അപ്പോൾ ഇതാണ് AC DB. പിന്നെ ഒരു ലൈറ്റ്നിങ് അറസ്റ്റർ, ഇതാണ് ഇൻവെർട്ടർ. അതായത് വരുന്ന 5 പാനലിന് വരുന്ന വോൾട്ടേജിനെ നമ്മൾ 240 വോൾട്ടേജായിട്ട് DC AC ആക്കണം. സോളാർ പാനലിൽ കിട്ടുന്നത് DC ആണ്. അപ്പോൾ 5 എണ്ണം കണക്ട് ചെയ്ത് 5-ൽ നിന്ന് വരുന്നത് കണക്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇത് AC ആയി. അപ്പോൾ അതിൻ്റെ DC സൈഡിലുള്ള DB ആണിത്. DC DB ആണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ സംവിധാനങ്ങൾ. ഇനി അത് ചാർജ് ചെയ്താൽ